ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML ഏറ്റവും സിമ്പിളും അതേപോലെ തന്നെ പവർഫുള്ളുമായ ഒരു ബേസിക് ആയൊരു ടാഗിനെ കുറിച്ചാണ്. അതൊന്നുമല്ല, ബോൾഡ് എന്ന ടാഗിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ബോൾഡിന് നമുക്ക് സാധാരണ HTML ഈ രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ബ്രിങ് അറ്റൻഷൻ ടു എലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്നത് യൂസറിന് ഒരു പ്രത്യേക ഭാഗം മറ്റു ഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു സെൻറ്റൻസിലെ ഒരു പ്രത്യേക വേർഡ് യൂസർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താണോ എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ പെട്ടെന്ന് ചേർത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ബോൾഡ് അല്ലെങ്കിൽ ബി എന്ന ടാഗ്. ഇതിന് അതായത് ആ പ്രത്യേക സെന്റൻസ് ബോൾഡ് ആക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ഇതിന് കൊടുക്കാനില്ല. നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ പ്രത്യേകം കാണിച്ചു കൊടുക്കുന്ന വേർഡ് മറ്റു വേർഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതൊന്നും നമുക്ക് കാണിച്ചു തരിക എന്നല്ലാതെ ഇതിന് മറ്റൊരു പേരും മറ്റൊരു ഉപയോഗം ഇതിന് കൊടുക്കാനില്ല. ഇതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ബോൾഡ് ഫേസ് എലമെന്റ് എന്നാണ്. HTML ഇതിന് നമ്മൾ ബി എന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിലും ഇതിന് നമ്മൾ മറ്റു ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഫോർമാറ്റിലൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ബോൾഡ് ഫേസ് എലമെന്റ് എന്നാണ്. ഇത് എല്ലാ ബ്രൗസറും സപ്പോർട്ട് ചെയ്യും. അതായത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിശ്ചിത ബ്രൗസർ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക. ചില ടാഗുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് ചില ബ്രൗസറുകൾ സപ്പോർട്ട് ചെയ്യില്ല. ചില ബ്രൗസറുകൾ അത് മറ്റൊരു ഫോർമാറ്റ് ചേർത്ത് കൊടുത്താൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോൾഡ് എന്നത് എല്ലാ ബ്രൗസറും ഈക്വൽ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് നമ്മൾ എന്ത് കാര്യം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അതിനൊരു സ്റ്റാർട്ടിംഗ് ടാഗും അതേപോലെ തന്നെ എൻഡിങ് ടാഗും നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേർഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, വെൽക്കം എന്നൊരു വേർഡ് ചേർത്ത് കൊടുക്കണേ ബി എന്നുള്ള സ്റ്റാർട്ടിംഗ് ടാഗും അതേപോലെ തന്നെ ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം അതിന് ക്ലോസിംഗ് ടാഗും കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ ഇത് ഒരു നിശ്ചിത സ്ഥലത്ത് മാത്രമേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. ഒരു ടാഗിന്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഉദാഹരണം, നമ്മളിവിടെ ഒരു പാരഗ്രാഫ് ചേർത്തു. പി എന്ന ടാഗ് വെച്ചിട്ട് നമ്മൾ പാരഗ്രാഫ് ചേർത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സൂമിക്സ് ഇൻഫോ എന്ന ഭാഗം മാത്രം നമുക്കൊരു പ്രത്യേകം സ്റ്റൈലിൽ അല്ലെങ്കിൽ ബോൾഡ് ആക്കി മാറ്റണമെങ്കിൽ അതിന് മാത്രം നമുക്ക് ബി എന്ന ടാഗ് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അതായത് നമുക്ക് ഒരു ടാഗിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ടാഗ് ഉപയോഗിക്കാം. അതായത് ഇൻലൈൻ ഒരു ടാഗ്, ഇപ്പോൾ പി എന്ന ടാഗിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ബോൾഡ് എന്ന ഭാഗവും ഉപയോഗിക്കുന്നത്. ഇത് ഒരു വെബ് പേജിന്റെ ഇന്ന ഭാഗത്ത് മാത്രമേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. നമ്മളൊരു വെബ് പേജ് ഉണ്ടെങ്കിൽ അതിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ബി എന്ന ടാഗ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ബോൾഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ജസ്റ്റ് നമുക്ക് പേജിന്റെ ഏത് ഭാഗത്ത് ചേർത്ത് കൊടുക്കാം എന്ന് നമുക്ക് അനുവാദം തരുന്നുണ്ടെങ്കിലും നമുക്ക് കാണുന്ന എല്ലാ ഭാഗത്തൊന്നും ബോൾഡ് ടാഗ് ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു നിശ്ചിത ഭാഗം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു ശ്രദ്ധ ചേർത്ത് കൊടുക്കുക എന്ന് മാത്രമേ അതിന് വരുന്നുള്ളൂ. പിന്നെ ഈ ബോൾഡ് എന്ന ടാഗ് നമ്മൾ ടൈറ്റിൽ അതുപോലെ തന്നെ ഹെഡിങ് എന്നിങ്ങനെയുള്ള ടാഗിന്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഉചിതമല്ല. കാരണം അതിനിപ്പോൾ ടൈറ്റിൽ, അതേപോലെ തന്നെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വെബ് പേജിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതിന് നമ്മൾ ബോൾഡ് ചേർത്ത് കൊടുത്താലും നമുക്കത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കൊന്നുമില്ല. പിന്നെ ടൈറ്റിൽ എന്ന ഭാഗത്തിന് ആൾറെഡി ബോൾഡാണ്, അതുകൊണ്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ബോൾഡ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ബി എന്ന ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചരിത്രപരമായിട്ട് ഈ ടാഗിനെ ആദ്യം അറിയപ്പെടുന്നത് ബോൾഡ് എന്ന് തന്നെയായിരുന്നു. എന്നാൽ HTML4 ശേഷം ഈ ബോൾഡ് എന്ന ഫോർമാറ്റിംഗ് ടാഗിന് ആ സ്വഭാവം ഫോർമാറ്റിംഗ് എന്ന ടാഗിൽ നിന്നുള്ള ഭാഗത്തു നിന്നും ഇത് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ബോൾഡ് വെച്ചിട്ടൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം.
ഹലോ, ഞാനിവിടെ ഒരു ചെറിയൊരു വെബ് പേജിൻ്റെ മോഡൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ഭാഗത്ത് വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇത് നമുക്ക് ഈ സൂമിക്സ് ഇൻഫോ എന്ന ഭാഗത്തിനെ നമുക്ക് ബോൾഡ് ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ബി എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഏതുവരെ മാത്രമാണോ നമുക്ക് ബോൾഡ് ആക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് ക്ലോസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാനിത് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത വെബ് പേജ് ഒന്നും കൂടി റീലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ സൂമിക്സ് ഇൻഫോ എന്ന ഭാഗം മറ്റുള്ളവരിൽ നിന്നും ഒന്നും കൂടി പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചു തരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബോൾഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനുള്ള HTML ഏറ്റവും ബേസായിട്ട് വരുന്ന ഒരു ടാഗാണ്. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടാഗിനെ കുറിച്ച് സംസാരിക്കാം.